സുഹൃത്തുക്കളെ, ഞാൻ നെപ്പോളിയൻ ഹില്ലാണ്. ലോകത്തിലെ ഏറ്റവും വിജയശ്രീലാളിതരായ ആളുകൾ അവരുടെ ജീവിതത്തിൽ പ്രയോഗിച്ച ഒരു രഹസ്യം ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നു. ഇത് എത്രത്തോളം ശക്തമാണെന്നാൽ ഇതറിയുന്നതോടെ നിങ്ങളുടെ ജീവിതം പൂർണ്ണമായും മാറിമറിയും. എന്നാൽ ഒരു മുന്നറിയിപ്പ് നൽകട്ടെ, ഈ വഴി എളുപ്പമല്ല. തങ്ങളുടെ ജീവിതത്തെ യഥാർത്ഥത്തിൽ മാറ്റിയെഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമുള്ളതാണിത്. ചില ആളുകൾ പെട്ടെന്ന് അപ്രത്യക്ഷരാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ആരും അവരെ കാണുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല. പിന്നീട് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം അവർ തിരികെ വരുന്നു. എന്നാൽ ഒരു പുതിയ രൂപത്തിൽ, പുതിയ ശക്തിയോടെ, പുതിയൊരു വ്യക്തിത്വത്തോടെ അവർ തങ്ങളെത്തന്നെ പൂർണ്ണമായും മാറ്റിയിട്ടുണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഞാൻ 500-ലധികം വിജയശ്രീലാളിതരായ ആളുകളെ പഠനവിധേയമാക്കിയിട്ടുണ്ട്. ആൻഡ്രൂ കാർണഗി മുതൽ ഹെൻറി ഫോർഡ് വരെ, തോമസ് എഡിസൺ മുതൽ തിയോഡോർ റൂസ്വെൽറ്റ് വരെ. അവരിലെല്ലാം ഒരു സമാനത ഞാൻ കണ്ടെത്തി. അവരെല്ലാവരും തങ്ങളുടെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും സ്വയം പൂർണ്ണമായും അപ്രത്യക്ഷരാകുകയും തങ്ങളെത്തന്നെ വീണ്ടും സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. എന്നാൽ നിൽക്കൂ, അപ്രത്യക്ഷമാകുക എന്നതിനർത്ഥം നിങ്ങൾ വീട് വിട്ടിറങ്ങുകയോ ഏതെങ്കിലും മലമുകളിലേക്ക് പോകുകയോ ചെയ്യുക എന്നല്ല. അല്ല എന്റെ സുഹൃത്തെ. അപ്രത്യക്ഷമാകുക എന്നതിന്റെ യഥാർത്ഥ അർത്ഥം നിങ്ങളുടെ പഴയ സ്വഭാവങ്ങളിൽ നിന്നും, പഴയ ശീലങ്ങളിൽ നിന്നും, പഴയ ചിന്തകളിൽ നിന്നും, ഏറ്റവും പ്രധാനമായി നിങ്ങളെ ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ തളച്ചിടാൻ ആഗ്രഹിക്കുന്ന ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക എന്നാണ്. കേൾക്കൂ, ഞാൻ നിങ്ങളോട് സത്യം പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ അപകടം നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ്. അതെ, നിങ്ങൾ കേട്ടത് ശരിയാണ്. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് അവകാശപ്പെടുന്നവർ തന്നെയാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ തടഞ്ഞു നിർത്തുന്നത്. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ മാറുമ്പോൾ അവരും മാറാൻ നിർബന്ധിതരാകുന്നു. നിങ്ങൾ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ അവർ തങ്ങളുടെ പരാജയങ്ങളെ നോക്കിക്കാണാൻ നിർബന്ധിതരാകുന്നു. ഇതവർക്ക് സഹിക്കാനാവില്ല. അതുകൊണ്ട് അവർ നിങ്ങളെ താഴേക്ക് വലിക്കാൻ ശ്രമിക്കുന്നു. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ പരിഹസിക്കുന്നു. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവർ നിങ്ങളോട് പറയുന്നു. ഇതൊക്കെ ചെയ്യാൻ നീ ആരാണ് എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ അവരെ കേൾക്കാൻ നിന്നാൽ നിങ്ങൾക്കൊരിക്കലും മാറാൻ കഴിയില്ല. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. ഏറ്റവും ആദ്യം നിങ്ങൾ മാനസികമായി അപ്രത്യക്ഷമാകണം. ഇതിനർത്ഥം നിങ്ങളെ ദുർബലരാക്കുന്ന എല്ലാ നെഗറ്റീവ് ചിന്തകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കണം എന്നാണ്. എല്ലാ ഭയങ്ങളും സംശയങ്ങളും ആശങ്കകളും നിങ്ങൾ ഒഴിവാക്കണം. ഞാൻ പറയാം എങ്ങനെയെന്ന്. ഒന്നാമതായി, നിങ്ങളുടെ മനസ്സിനെ സംരക്ഷിക്കുക. നിങ്ങളുടെ മനസ്സ് ഒരു പൂന്തോട്ടമാണ്. നിങ്ങളതിൽ എന്ത് വിതയ്ക്കുന്നുവോ അതാണ് മുളയ്ക്കുക. പരാതികൾ, വെറുപ്പ്, അസൂയ തുടങ്ങിയ നെഗറ്റീവ് വിത്തുകളാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ വിളവായിരിക്കും ലഭിക്കുക. എന്നാൽ വിശ്വാസം, ധൈര്യം, സ്ഥിരോത്സാഹം തുടങ്ങിയ പോസിറ്റീവ് വിത്തുകളാണ് നിങ്ങൾ വിതയ്ക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. അതുകൊണ്ട് എന്തൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, എന്തൊക്കെ വരരുത് എന്ന് ഇന്ന് തന്നെ നിങ്ങൾ തീരുമാനിക്കുക. ടെലിവിഷനിലെ നെഗറ്റീവ് വാർത്തകൾ ഓഫ് ചെയ്യുക. നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളെ ദുർബലരാക്കുന്ന പുസ്തകങ്ങൾ വായിക്കുന്നത് നിർത്തുക. പകരം ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ സ്വപ്നങ്ങളെ ജീവനുള്ളതാക്കി നിർത്തുക. ഓരോ ദിവസവും നിങ്ങളോട് തന്നെ പറയുക, എനിക്കിത് ചെയ്യാൻ കഴിയും, ഞാനിത് ചെയ്യും. രണ്ടാമതായി, നിശബ്ദതയുടെ ശക്തി മനസ്സിലാക്കുക. നിങ്ങൾ മാറാൻ തീരുമാനിക്കുമ്പോൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് അത് എല്ലാവരോടും വിളിച്ചു പറയുന്നു എന്നതാണ്. നിങ്ങൾ സുഹൃത്തുക്കളോട് പറയുന്നു, കുടുംബത്തോടും പറയുന്നു, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. പിന്നെ എന്ത് സംഭവിക്കും? ആളുകൾ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താൻ തുടങ്ങും. അവർ നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കാൻ തുടങ്ങും. പതുക്കെ നിങ്ങളുടെ ആവേശം ഇല്ലാതാകും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, മിണ്ടാതിരിക്കുക, വായ അടച്ചുവെക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുക്കി നിശബ്ദമായി പ്രവർത്തിക്കുക. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ ഫലങ്ങൾ സ്വയം സംസാരിച്ചുകൊള്ളും. അപ്പോൾ നിങ്ങൾക്കൊന്നും പറയേണ്ടി വരില്ല. ഓർക്കുക, താനൊരു സിംഹമാണെന്ന് സിംഹം പ്രഖ്യാപിക്കാറില്ല. അതിന്റെ ഗർജനത്തിൽ നിന്ന് അതെല്ലാവർക്കും മനസ്സിലാകും. ഇനി വരുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, ശാരീരികമായി അപ്രത്യക്ഷമാകുക. ഇതിനർത്ഥം നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ദിനചര്യകൾ മാറ്റേണ്ടതുണ്ട് എന്നാണ്. നിങ്ങളുടെ പെരുമാറ്റങ്ങൾ നിങ്ങൾ ശരിക്കും മാറ്റണം. നിങ്ങൾ ശരിക്കും പുതിയ ആളാകണം. ഒന്നാമതായി, നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റുക. നിങ്ങൾ ജീവിക്കുന്ന ചുറ്റുപാടാണ് നിങ്ങളെ രൂപപ്പെടുത്തുന്നത്. പരാജയപ്പെട്ടവരോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളും പരാജയപ്പെടും. അലസരായ ആളുകളോടൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളും അലസരായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകൾ മാറ്റണം. ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും, കാരണം നിങ്ങൾക്ക് ചില സുഹൃത്തുക്കളെ ഉപേക്ഷിക്കേണ്ടി വരും. ചില ബന്ധുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അകന്നു നിൽക്കേണ്ടി വരും. എന്നാൽ ഇത് അത്യാവശ്യമാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്ന 5 ആളുകളുടെ ശരാശരിയാണ് നിങ്ങൾ. അതുകൊണ്ട് ആരുടെ കൂടെ സമയം ചിലവഴിക്കണം എന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളെക്കാൾ മികച്ചവരെ കണ്ടെത്തുക. നിങ്ങളെക്കാൾ വിജയശ്രീലാളിതരായ, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളെ കണ്ടെത്തുക. രണ്ടാമതായി, നിങ്ങളുടെ ശീലങ്ങൾ പൂർണ്ണമായും മാറ്റുക. നിങ്ങൾ ദിവസവും വൈകി എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഇന്നു മുതൽ നേരത്തെ എഴുന്നേൽക്കുക.
അനാരോഗ്യകരമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചു തുടങ്ങുക. നിങ്ങൾ വ്യായാമം ചെയ്യാറില്ലെങ്കിൽ ഇന്നു മുതൽ തുടങ്ങുക. എന്നാൽ ശ്രദ്ധിക്കുക, ഞാൻ ചെറിയ മാറ്റങ്ങളെക്കുറിച്ചല്ല പറയുന്നത്. ഞാൻ പൂർണ്ണമായ മാറ്റത്തെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങളുടെ ജീവിതശൈലി മുഴുവനായും നിങ്ങൾ മാറ്റണം. നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറണം. നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയെപ്പോലെ ജീവിക്കാൻ നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. മൂന്നാമതായി, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കുക. ഇതാണ് ഏറ്റവും കഠിനം, കാരണം മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നമുക്കൊറ്റയ്ക്ക് ജീവിക്കാൻ കഴിയില്ല. നമുക്ക് ആളുകളെ ആവശ്യമുണ്ട്. എന്നാൽ നിങ്ങൾ ശരിക്കും സ്വയം മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം. നിങ്ങളോടൊപ്പം സമയം ചിലവഴിക്കുന്നത് നിങ്ങൾക്ക് സുഖകരമായി തോന്നണം. നിങ്ങളുടെ ചിന്തകൾക്കൊപ്പം നിങ്ങൾ സമയം കണ്ടെത്തണം. നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കായിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ ഓരോ ദിവസവും 1 മണിക്കൂറെങ്കിലും ഒറ്റയ്ക്ക് ചിലവഴിക്കുക. ഫോണില്ലാതെ, ടെലിവിഷനില്ലാതെ, ഒരു തടസ്സവുമില്ലാതെ. ഈ സമയം ചിന്തിക്കാനായി ഉപയോഗിക്കുക, പ്ലാൻ ചെയ്യാനായി ഉപയോഗിക്കുക, ധ്യാനിക്കാനായി ഉപയോഗിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കാൻ ഉപയോഗിക്കുക. ഈ സമയം നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട സമയമായിരിക്കും. ഇനി ഈ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു എന്ന് ഞാൻ പറയാം. ഇതൊരു ഒറ്റരാത്രി കൊണ്ട് സംഭവിക്കുന്ന കാര്യമല്ല. ഇതൊരു പ്രക്രിയയാണ്. ഘട്ടം 1. തീരുമാനം. ദിവസം 1 മുതൽ 30 വരെ. ആദ്യം നിങ്ങൾ തീരുമാനമെടുക്കണം. ഇതൊരു സാധാരണ തീരുമാനമല്ല. മാറ്റാൻ കഴിയാത്ത ഒരു തീരുമാനമാണ്. ഉറച്ച ഒരു ഉദ്ദേശ്യമാണ്. എന്ത് സംഭവിച്ചാലും നിങ്ങൾ മാറും എന്ന് നിങ്ങളോട് തന്നെ വാഗ്ദാനം ചെയ്യണം. എത്ര ബുദ്ധിമുട്ടുകൾ വന്നാലും നിങ്ങൾ തോൽവി സമ്മതിക്കില്ല. ഈ ആദ്യ മാസത്തിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. നിങ്ങൾ എന്താകാൻ ആഗ്രഹിക്കുന്നു, ഏത് തരത്തിലുള്ള വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നു, എന്ത് നേടാൻ ആഗ്രഹിക്കുന്നു എന്ന് എഴുതിവെക്കുക. എല്ലാ ദിവസവും ഇത് വായിക്കുക, രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുൻപും. ഘട്ടം 2. ഏകാന്തത. ദിവസം 31 മുതൽ 90 വരെ. ഇനി ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം വരുന്നു. ഈ 2 മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ മാറ്റി നിർത്തണം. സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്നു നിൽക്കുക. പാർട്ടികളിൽ പോകുന്നത് നിർത്തുക. അനാവശ്യ സംസാരങ്ങളിൽ നിങ്ങളുടെ സമയം പാഴാക്കരുത്. ഈ സമയം നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കാൻ ഉപയോഗിക്കുക. പുസ്തകങ്ങൾ വായിക്കുക, പുതിയ കാര്യങ്ങൾ പഠിക്കുക, നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുക. ഈ സമയം ബുദ്ധിമുട്ടുള്ളതായിരിക്കും, വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കും. നിങ്ങൾ ഒറ്റപ്പെട്ടതായി തോന്നും. നിങ്ങൾ എന്തോ തെറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. ആളുകൾ നിങ്ങളെ വിചിത്രം എന്ന് വിളിക്കും. നീ എന്താണ് മാറിയത് എന്ന് അവർ ചോദിക്കും. എന്നാൽ നിങ്ങൾ ശക്തരായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഘട്ടം 3. നിർമ്മാണം. ദിവസം 91 മുതൽ 180 വരെ. ഇപ്പോൾ നിങ്ങളൊരു പുതിയ വ്യക്തിയാകാൻ തുടങ്ങുന്നു. നിങ്ങളുടെ പുതിയ ശീലങ്ങളെ നിങ്ങൾ ശക്തമാക്കുന്നു. നിങ്ങളുടെ പുതിയ ഐഡന്റിറ്റി നിങ്ങൾ വികസിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ നിങ്ങൾ ചെറിയ ചെറിയ ഫലങ്ങൾ കാണാൻ തുടങ്ങും. നിങ്ങളുടെ ശരീരം മാറാൻ തുടങ്ങും. നിങ്ങളുടെ ബുദ്ധി കൂർമ്മതയുള്ളതാകും. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. എന്നാൽ ഇവിടെ സൂക്ഷിക്കുക, ഫലങ്ങൾ പതുക്കെ വരുന്നതുകൊണ്ട് മിക്ക ആളുകളും പിന്മാറുന്ന സമയമാണിത്. കാരണം അവർക്ക് പെട്ടെന്നുള്ള വിജയം വേണം. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. മഹത്തായ കാര്യങ്ങൾക്ക് സമയമെടുക്കുമെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങൾക്ക് ക്ഷമയുണ്ട്. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഘട്ടം 4. ഉദയം. ദിവസം 181 അതിനുശേഷവും. പിന്നീട് ഒരു ദിവസം വരും, നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ മാറിപ്പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. 6 മാസം മുമ്പുണ്ടായിരുന്ന വ്യക്തിയല്ല നിങ്ങളിപ്പോൾ. നിങ്ങൾ ശക്തനാണ്. നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസമുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഏകാഗ്രതയുണ്ട്. നിങ്ങളൊരു പുതിയ വ്യക്തിയാണ്. ഇപ്പോൾ ആളുകൾ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്നു. നിനക്കെന്തു പറ്റി? നീ ഇത്രയധികം എങ്ങനെ മാറി എന്ന് അവർ ചോദിക്കുന്നു. എന്നാൽ നിങ്ങൾ പുഞ്ചിരിക്കുക മാത്രം ചെയ്യുന്നു. ഒന്നും പറയുന്നില്ല. കാരണം ചില രഹസ്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കറിയാം. ചില വഴികൾ ഓരോരുത്തരും സ്വയം കണ്ടെത്തേണ്ടതാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയാം, ഈ വഴി എളുപ്പമല്ല. ഒരുപാട് തടസ്സങ്ങൾ വരും. തടസ്സം 1. ഏകാന്തത. നിങ്ങൾ അപ്രത്യക്ഷമാകുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാകുന്നു. നിങ്ങളുടെ പഴയ സുഹൃത്തുക്കൾ നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളെ മനസ്സിലാകില്ല. നിങ്ങൾ തീർത്തും ഒറ്റപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നും. എന്നാൽ ഓർക്കുക, ഇത് താൽക്കാലികമാണ്. ഈ ഏകാന്തത യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയ കരുത്തായി മാറും. കാരണം നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ വളരുന്നത്. തടസ്സം 2. സംശയം. നിങ്ങളുടെ സ്വന്തം മനസ്സ് നിങ്ങളെ വഞ്ചിക്കാൻ ശ്രമിക്കും. നിനക്കിത് കഴിയില്ല എന്ന് അത് നിങ്ങളോട് പറയും. ഇത് വളരെ ബുദ്ധിമുട്ടാണ്. തിരികെ പോകൂ എന്ന് പറയും. ഈ ശബ്ദം വരുമ്പോൾ അതിനെ തിരിച്ചറിയുക. നിങ്ങളുടെ ഭയമാണ് സംസാരിക്കുന്നത്. ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പഴയ സ്വഭാവമാണത്. അതിനെ അവഗണിക്കുക. അതിനെ നിശബ്ദമാക്കി മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുക. തടസ്സം 3. പ്രലോഭനങ്ങൾ. നിങ്ങളുടെ ചുറ്റും ആയിരക്കണക്കിന് പ്രലോഭനങ്ങൾ ഉണ്ടാകും. ആളുകൾ നിങ്ങളെ തിരികെ വിളിക്കും.
പഴയ ശീലങ്ങൾ നിങ്ങളെ വശീകരിക്കും. എളുപ്പവഴികൾ കാണിച്ചുതരും. എന്നാൽ നിങ്ങൾ ശക്തരായിരിക്കണം. നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഓരോ തവണയും നിങ്ങൾ പ്രലോഭനങ്ങളിൽ വീഴാൻ തുടങ്ങുമ്പോൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാനാകാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയിലേക്ക് ഇത് എന്നെ അടുപ്പിക്കുമോ? ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അതിനോട് ഇല്ല എന്ന് പറയുക. ഇനി ലോകത്തിലെ ഏറ്റവും വിജയശ്രീലാളിതരായ ആളുകളിൽ നിന്ന് ഞാൻ പഠിച്ച ചില രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. രഹസ്യം 1. എല്ലാ ദിവസവും എഴുതുക. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എഴുതുക. നിങ്ങളുടെ പദ്ധതികൾ എഴുതുക. നിങ്ങളുടെ ചിന്തകൾ എഴുതുക. ഇതൊരു വ്യായാമം മാത്രമല്ല, ഇതൊരു ശക്തമായ ഉപകരണമാണ്. നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ പ്രോഗ്രാം ചെയ്യുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ നിർദ്ദേശങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ഉപബോധ മനസ്സ് വളരെ ശക്തമാണ്. അത് നിങ്ങൾക്കായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അത് അവസരങ്ങൾ കണ്ടെത്തുന്നു. അത് പരിഹാരങ്ങൾ കൊണ്ടുവരുന്നു. അത് നിങ്ങളെ നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു. രഹസ്യം 2. വിഷ്വലൈസേഷന്റെ സങ്കൽപ്പിക്കുന്നതിന്റെ ശക്തി. നിങ്ങളുടെ വിജയം കാണാനായി എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ചിലവഴിക്കുക. കണ്ണുകൾ അടച്ച് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തിയായി സ്വയം സങ്കൽപ്പിക്കുക. നിങ്ങൾക്ക് സമ്പന്നനാകണമെങ്കിൽ നിങ്ങളെ സമ്പന്നനായി കാണുക. നിങ്ങൾക്ക് ആരോഗ്യവാനാകണമെങ്കിൽ നിങ്ങളെ ആരോഗ്യവാനായി കാണുക. നിങ്ങൾക്ക് വിജയശ്രീലാളിതനാകണമെങ്കിൽ നിങ്ങളെ വിജയിയായി കാണുക. വെറുതെ കാണുക മാത്രമല്ല, അനുഭവിക്കുകയും ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ആ വികാരങ്ങൾ അനുഭവിക്കുക. ആ സന്തോഷം അനുഭവിക്കുക. ആ അഭിമാനം അനുഭവിക്കുക. കാരണം നിങ്ങളുടെ മനസ്സിന് യാഥാർത്ഥ്യവും സങ്കല്പവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ കഴിയില്ല. നിങ്ങൾ എന്തെങ്കിലും വീണ്ടും വീണ്ടും കാണുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നു. പിന്നീട് അത് സത്യമാക്കാൻ അത് പ്രവർത്തിക്കുന്നു. രഹസ്യം 3. ചെറിയ ചുവടുകൾ, വലിയ വിജയം. ആളുകൾ പരാജയപ്പെടാൻ കാരണം അവർ വളരെ വലിയ ചുവടുകൾ വയ്ക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം മാറ്റാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇത് തെറ്റാണ്. ചെറിയ ചെറിയ ചുവടുകളിലൂടെയാണ് വിജയം ലഭിക്കുന്നത്. എല്ലാ ദിവസവും കുറച്ചുകൂടി മെച്ചപ്പെടുക. എല്ലാ ദിവസവും കുറച്ചുകൂടി മുന്നോട്ടു പോകുക. എല്ലാ ദിവസവും കുറച്ചുകൂടി ശക്തനാകുക. നിങ്ങൾ എല്ലാ ദിവസവും വെറും 1% മെച്ചപ്പെടുകയാണെങ്കിൽ 1 വർഷം കൊണ്ട് നിങ്ങൾ 17 മടങ്ങ് മെച്ചപ്പെടും. ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. 17 മടങ്ങ്. അതുകൊണ്ട് വലിയ മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിക്കരുത്. ചെറിയ ചുവടുകളെക്കുറിച്ച് ചിന്തിക്കുക. എല്ലാ ദിവസവും അവ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ തിരികെ വരുന്ന സമയം വരും. എന്നാൽ ഇപ്പോൾ അപ്രത്യക്ഷനായ അതേ വ്യക്തിയല്ല നിങ്ങൾ. നിങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കുന്നു. ആളുകൾ നിങ്ങളെ കാണുകയും തിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഊർജ്ജം മാറിയിരിക്കുന്നു. നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ വ്യക്തിത്വം മാറിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി, നിങ്ങൾ എപ്പോഴും ആകാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ നിങ്ങൾ. എന്നാൽ ഓർക്കുക, ഇതൊരു അവസാനമല്ല. ഇതൊരു തുടക്കം മാത്രമാണ്. കാരണം ജീവിതം ഒരു നിരന്തരമായ യാത്രയാണ്. നിങ്ങൾ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കണം. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കണം. എപ്പോഴും മെച്ചപ്പെട്ടുകൊണ്ടിരിക്കണം. നിങ്ങളൊരു ലക്ഷ്യം നേടിയാലുടൻ പുതിയൊരു ലക്ഷ്യമുണ്ടാക്കുക. നിങ്ങളൊരു കൊടുമുടിയിലെത്തുമ്പോൾ പുതിയൊരു കൊടുമുടി കണ്ടെത്തുക. ഇതാണ് ജീവിതം. ഇതാണ് വിജയം. അപ്പോൾ എന്റെ സുഹൃത്തുക്കളെ, അപ്രത്യക്ഷമായി സ്വയം എങ്ങനെ മാറാം എന്നിപ്പോൾ നിങ്ങൾക്കറിയാം. എന്നാൽ അറിഞ്ഞതുകൊണ്ട് മാത്രം കാര്യമില്ല. നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങണം. നിങ്ങൾ ഈ വഴിയിലൂടെ നടന്നാൽ നിങ്ങളുടെ ജീവിതം മാറും എന്ന് ഞാൻ നിങ്ങൾക്ക് വാക്കു നൽകുന്നു. എന്നാൽ നിങ്ങൾ ശരിക്കും പ്രതിജ്ഞാബദ്ധനാണെങ്കിൽ മാത്രം. പാതി മനസ്സോടെ ഇത് നടക്കില്ല. ഭയന്നുകൊണ്ട് ഇത് നടക്കില്ല. സംശയിച്ചുകൊണ്ട് ഇത് നടക്കില്ല. നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെത്തന്നെ സമർപ്പിക്കണം. നിങ്ങളെല്ലാം പണയം വയ്ക്കണം. നിങ്ങളുടെ മുഴുവൻ ശക്തിയും നിങ്ങൾ പ്രയോഗിക്കണം. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ പ്രപഞ്ചം മുഴുവൻ നിങ്ങളുടെ സഹായത്തിന് വരും. വാതിലുകൾ തുറക്കാൻ തുടങ്ങും. അവസരങ്ങൾ വരാൻ തുടങ്ങും. അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. എന്നാൽ ആദ്യം നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങളെത്തന്നെ വിശ്വസിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങളിൽ വിശ്വസിക്കണം. ഒപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ശക്തിയിൽ വിശ്വസിക്കണം. കാരണം ആ ശക്തി യഥാർത്ഥത്തിലുണ്ട്. നൂറുകണക്കിന് ആളുകളിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ദരിദ്രരിൽ നിന്ന് സമ്പന്നരായ ആളുകളിൽ, ദുർബലരിൽ നിന്ന് ശക്തരായ ആളുകളിൽ, പരാജയപ്പെട്ടവരിൽ നിന്ന് വിജയിച്ചവരിൽ. അവർക്കത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ നിങ്ങൾക്കും അത് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒരു വെല്ലുവിളി നൽകുന്നു. അടുത്ത 180 ദിവസത്തേക്ക് നിങ്ങൾ നിങ്ങളെത്തന്നെ അപ്രത്യക്ഷമാക്കുക. 180 ദിവസം, അത്രമാത്രം. ആദ്യത്തെ 30 ദിവസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക. പ്ലാൻ ചെയ്യുക. തീരുമാനമെടുക്കുക. അടുത്ത 60 ദിവസം നിങ്ങളെത്തന്നെ മാറ്റി നിർത്തുക. നെഗറ്റീവ് ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. നിങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. അടുത്ത 90 ദിവസം പുതിയ വ്യക്തിയെ നിർമ്മിക്കുക. പുതിയ ശീലങ്ങൾ ഉണ്ടാക്കുക. പുതിയ വ്യക്തിത്വം വികസിപ്പിക്കുക. തുടർന്ന് 181 ദിവസം നിങ്ങൾ എത്രത്തോളം മാറിയെന്ന് നോക്കുക. ഞാൻ വാക്കു തരുന്നു, നിങ്ങൾക്ക് നിങ്ങളെത്തന്നെ തിരിച്ചറിയാൻ കഴിയില്ല. ആളുകൾ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങൾ മാറിപ്പോയിട്ടുണ്ടാകും. എന്നാൽ ഇതിനായി നിങ്ങൾ ഇന്ന് തുടങ്ങണം.
ഇപ്പോൾ ഈ നിമിഷം, നാളെയല്ല, അടുത്ത ആഴ്ചയല്ല, അടുത്ത മാസമല്ല, ഇപ്പോൾ. കാരണം നാളെ മുതൽ തുടങ്ങും എന്ന് പറയുന്നവർ ഒരിക്കലും തുടങ്ങില്ല എന്നതാണ് സത്യം. നാളെ ഒരിക്കലും വരില്ല. ഇന്നാണ്, ഇപ്പോഴാണ്, ഇതാണ് നിങ്ങളുടെ സമയം. നോക്കൂ, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ കഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കൊരു കാര്യമറിയാം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് നിങ്ങളുടെ ഉള്ളിൽ എന്തോ ഉള്ളതുകൊണ്ടാണ്. ഒരു തീപ്പൊരിയുണ്ട്, ഒരു സ്വപ്നമുണ്ട്, നിങ്ങളുടെ ജീവിതം മാറ്റണമെന്ന ഒരു ആഗ്രഹമുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, ആ തീപ്പൊരി അണയാൻ അനുവദിക്കരുത്. ആ സ്വപ്നം മരിക്കാൻ അനുവദിക്കരുത്. ആ ആഗ്രഹം നഷ്ടപ്പെടുത്തരുത്. കാരണം നിങ്ങൾക്ക് ഒരു ജീവിതം മാത്രമേ ഉള്ളൂ. ഒരൊറ്റ അവസരം മാത്രം. അത് നിങ്ങൾ പാഴാക്കിയാൽ മറ്റൊരവസരം ലഭിക്കില്ല. എന്റെ ജീവിതം മുഴുവൻ ഈ സത്യം പഠിക്കാനാണ് ഞാൻ ചിലവഴിച്ചത്. ഏറ്റവും വിജയശ്രീലാളിതരായ ആളുകളെ കണ്ട് അവരുടെ രഹസ്യങ്ങൾ ഞാൻ പഠിച്ചു. ഇന്ന് ഞാൻ ആ രഹസ്യങ്ങളെല്ലാം നിങ്ങളുമായി പങ്കുവച്ചു. ഇപ്പോൾ പന്ത് നിങ്ങളുടെ കോർട്ടിലാണ്. ഇപ്പോൾ തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ ഓഫ് ചെയ്ത് നിങ്ങളുടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാം. അതേ പഴയ ആളുകൾ, അതേ പഴയ ശീലങ്ങൾ, അതേ പഴയ ഫലങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നു മുതൽ മാറ്റം തുടങ്ങാം. നിങ്ങൾക്ക് അപ്രത്യക്ഷമാകാം. നിങ്ങളെ തന്നെ മാറ്റിയെഴുതാം. ഒപ്പം പുതിയൊരു മനുഷ്യനായി തിരികെ വരാം. തെരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ്. എപ്പോഴും നിങ്ങളുടേതായിരുന്നു, എപ്പോഴും നിങ്ങളുടേതായിരിക്കും. എന്നാൽ ഓർക്കുക, ഈ വഴി എളുപ്പമല്ല. വളരെ ബുദ്ധിമുട്ടാണ്. വളരെ വേദന നിറഞ്ഞതാണ്. വളരെ ഏകാന്തമാണ്. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് നിങ്ങൾ പുറത്തുവരണം. നിങ്ങളുടെ ഭയങ്ങളെ നിങ്ങൾ നേരിടണം. നിങ്ങളുടെ അതിരുകളെ നിങ്ങൾ തകർക്കണം. എന്നാൽ മഹാന്മാർ നൽകേണ്ടി വരുന്ന വിലയാണിത്. സാധാരണക്കാർ സാധാരണ ജീവിതം നയിക്കുന്നു. അവർ അവരുടെ കംഫർട്ട് സോണിൽ തുടരുന്നു. അവർ സുരക്ഷിതമായി കളിക്കുന്നു. അവർക്ക് സാധാരണ ഫലങ്ങൾ ലഭിക്കുന്നു. എന്നാൽ അസാധാരണരായ ആളുകൾ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുന്നു. അവർ അപകടസാധ്യതകൾ ഏറ്റെടുക്കുന്നു. അവർ കഠിനമായ വഴികൾ തിരഞ്ഞെടുക്കുന്നു. അവർ സ്വയം വെല്ലുവിളിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് അസാധാരണമായ ഫലങ്ങൾ ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കുന്നത്? സാധാരണമോ അതോ അസാധാരണമോ? നിങ്ങൾ എന്താണ് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയാം. കാരണം നിങ്ങൾ സാധാരണക്കാരനായിരുന്നെങ്കിൽ ഈ വീഡിയോ ഇവിടെ വരെ കാണില്ലായിരുന്നു. നിങ്ങൾ വളരെ നേരത്തെ തന്നെ ഇത് ഒഴിവാക്കുമായിരുന്നു. എന്നാൽ നിങ്ങളിവിടെയുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ വ്യത്യസ്തനാണെന്നാണ്. നിങ്ങൾ പ്രത്യേകതയുള്ളവനാണ്. വലിയ ആളുകളിലുള്ളത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നിങ്ങളത് പുറത്തുകൊണ്ടുവരണം. അതിനെ ഉണർത്തണം. അതിനെ ജീവിപ്പിക്കണം. അതിനുള്ള ഒരേയൊരു വഴി അപ്രത്യക്ഷമാകുകയും നിങ്ങളെ തന്നെ മാറ്റുകയും ചെയ്യുക എന്നതാണ്. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ നെപ്പോളിയൻ ഹില്ലാണ്. വിജയം എങ്ങനെ ലഭിക്കുന്നുവെന്ന് മനസ്സിലാക്കാനാണ് ഞാൻ എന്റെ ജീവിതം മുഴുവൻ ചിലവഴിച്ചത്. ലോകത്തിലെ ഏറ്റവും വിജയശ്രീലാളിതരായ ആളുകളെ ഞാൻ പഠിച്ചു. വിജയത്തിന് കുറുക്കുവഴികളൊന്നുമില്ലെന്ന് ഞാൻ കണ്ടെത്തി. ഇതിന് കഠിനാധ്വാനം ആവശ്യമാണ്, സമർപ്പണം ആവശ്യമാണ്, ത്യാഗം ആവശ്യമാണ്. എന്നാൽ ഇതിനെല്ലാം നിങ്ങൾ തയ്യാറാണെങ്കിൽ ഒന്നിനും നിങ്ങളെ തടയാൻ കഴിയില്ല. ആർക്കും നിങ്ങളെ തടയാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളുടെ വിധിയുടെ യജമാനനാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ശില്പിയാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവറാണ്. നിങ്ങളിത് മനസ്സിലാക്കുമ്പോൾ എല്ലാം മാറുന്നു. അതിനാൽ പോകൂ, അപ്രത്യക്ഷമാകൂ, നിങ്ങളെ തന്നെ മാറ്റിമറിക്കൂ. പുതിയൊരു മനുഷ്യനായി തിരികെ വരൂ. ലോകം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ മഹത്വം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ വിജയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വെറും ആദ്യ ചുവടുവെച്ചാൽ മാത്രം മതി. ആ ചുവടുവെപ്പ് ഇന്നു മുതൽ, ഇപ്പോൾ മുതൽ, ഈ നിമിഷം മുതൽ നിങ്ങളെ തന്നെ മാറ്റാനുള്ള തീരുമാനമെടുക്കുക എന്നതാണ്. നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ജീവിതം മാറ്റാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ 3 കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. 1. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇതൊരു ബട്ടൺ മാത്രമല്ല. ഇതാണ് നിങ്ങളുടെ പ്രതിബദ്ധത. നിങ്ങൾ മാറും എന്നുള്ള നിങ്ങളോടുള്ള നിങ്ങളുടെ തന്നെ വാഗ്ദാനമാണിത്. രണ്ടാമതായി, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ അമർത്തുകയും ചെയ്യുക. കാരണം എല്ലാ ആഴ്ചയും ഇതുപോലുള്ള ശക്തമായ പാഠങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ജീവിതത്തെ മാറ്റുന്ന പാഠങ്ങൾ. എന്നാൽ നിങ്ങൾ അവ കേൾക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്താൽ മാത്രം. മൂന്നാമത്തേത്, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താഴെ കമന്റിൽ എഴുതുക, ഞാൻ മാറും. ഞാൻ 180 ദിവസം അപ്രത്യക്ഷമാകും, പുതിയൊരു മനുഷ്യനായി തിരികെ വരും. നിങ്ങൾ ഇത് എഴുതുമ്പോൾ ഇത് വെറും വാക്കുകളായിരിക്കില്ല. ഇത് നിങ്ങളുടെ പ്രഖ്യാപനമായിരിക്കും. നിങ്ങളുടെ ദൃഢനിശ്ചയമായിരിക്കും. നിങ്ങൾ പരസ്യമായി എന്തെങ്കിലും പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ അത് നിറവേറ്റാൻ ബാധ്യസ്ഥനാകുന്നു. 180 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ തിരികെ വന്ന് നിങ്ങൾ എന്ത് നേടിയെന്ന് പറയുക. നിങ്ങളുടെ കഥ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ എങ്ങനെ മാറിയെന്നറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളുടെ വിജയം പങ്കുവയ്ക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കുന്നു. നിങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ അവർക്കും അത് ചെയ്യാൻ കഴിയുമെന്ന്, അത് സാധ്യമാണെന്ന്. അതിനാൽ ലൈക്ക് ചെയ്യാൻ ഓർക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ അമർത്തുക. നിങ്ങളുടെ ദൃഢനിശ്ചയം കമന്റിൽ എഴുതുക. ഏറ്റവും പ്രധാനമായി പ്രവർത്തിക്കുക. ഇന്ന് മുതൽ, ഇപ്പോൾ മുതൽ. കാരണം അറിവ് ശക്തിയല്ല, പ്രവൃത്തിയാണ് ശക്തി.
അറിവ് വെറുമൊരു സാധ്യതയുള്ള ശക്തി മാത്രമാണ്. നിങ്ങളത് പ്രാവർത്തികമാക്കുന്നതുവരെ അത് വിലകെട്ടതാണ്. അതിനാൽ പോകൂ, നിങ്ങളുടെ യാത്ര ആരംഭിക്കൂ. നിങ്ങളെത്തന്നെ അപ്രത്യക്ഷമാക്കൂ. നിങ്ങളെത്തന്നെ മാറ്റൂ. 180 ദിവസത്തിനു ശേഷം എന്ത് സംഭവിച്ചുവെന്ന് എന്നോട് പറയൂ. ഞാൻ നെപ്പോളിയൻ ഹില്ലാണ്. ഞാൻ നിങ്ങളെ വിശ്വസിക്കുന്നു. ഇനി നിങ്ങളിൽ വിശ്വസിക്കാനുള്ള ഊഴം നിങ്ങളുടേതാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ ഭാവി ശോഭനമാണ്. നിങ്ങളത് യാഥാർത്ഥ്യമാക്കിയാൽ മാത്രം മതി. ഇനി പോയി നിങ്ങളുടെ മഹത്വം ജീവിച്ചു കാണിക്കൂ. യാതൊരു പ്രത്യേക വിദ്യാഭ്യാസവുമില്ലാതെ, വലിയ അവസരങ്ങളില്ലാതെ ചില ആളുകൾ എങ്ങനെ പണത്തിന്റെ മലനിരകൾ സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതേസമയം കഠിനാധ്വാനം ചെയ്തിട്ടും നിങ്ങൾ അതേ നിൽപ്പ് തുടരുന്നു. ഞാൻ നെപ്പോളിയൻ ഹില്ലാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നരായ ആളുകളെ പഠിക്കാൻ എന്റെ ജീവിതത്തിന്റെ 20 വർഷം ഞാൻ ചിലവഴിച്ചിട്ടുണ്ട്. ആൻഡ്രൂ കാർണഗി, ഹെൻറി ഫോർഡ്, തോമസ് എഡിസൺ തുടങ്ങിയ മഹത്തായ വ്യക്തികളോടൊപ്പം ഞാൻ സമയം ചിലവഴിച്ചു. നിങ്ങളുടെ പണത്തെ നിയന്ത്രിക്കുന്ന, മറഞ്ഞിരിക്കുന്ന ആ 7 ആത്മീയ നിയമങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ നിയമങ്ങൾ ഒരു പുസ്തകത്തിലും കാണില്ല, ഒരു സ്കൂളിലും പഠിപ്പിക്കുന്നില്ല. എന്നാൽ ഇതറിയുന്നവന്റെ ജീവിതം എന്നേക്കുമായി മാറുന്നു. നോക്കൂ, ഞാൻ നിങ്ങൾക്ക് തെറ്റായ വാഗ്ദാനങ്ങളൊന്നും നൽകില്ല. ഒറ്റ രാത്രി കൊണ്ട് നിങ്ങളെ കോടീശ്വരനാക്കാനുള്ള വഴിയൊന്നും ഞാൻ പറഞ്ഞുതരില്ല. എന്നാൽ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കേൾക്കുകയാണെങ്കിൽ റോക്ക്ഫെല്ലർമാരും വാൻഡർബിൽറ്റുകളും ഉപയോഗിച്ച ആ രഹസ്യ അറിവ് ഞാൻ നിങ്ങൾക്ക് നൽകും. എന്നെ ദാരിദ്ര്യത്തിന്റെ ആഴക്കടലിൽ നിന്ന് കരകയറ്റി ദശലക്ഷക്കണക്കിന് ആളുകളുടെ വഴികാട്ടിയാക്കി മാറ്റിയത് ഇതേ നിയമങ്ങളാണ്. നിങ്ങളിവ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ വിജയത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ഒരു ശക്തിക്കും കഴിയില്ല. അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോൺ മാറ്റിവെക്കുക. നിങ്ങളുടെ മനസ്സ് തുറന്നിരിക്കുക. കാരണം അടുത്ത കുറച്ച് മിനിറ്റുകളിൽ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യം മാറ്റിയേക്കാം. അതെ, നിങ്ങൾക്ക് എന്റെ സന്ദേശങ്ങളുമായി ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. കാരണം ഓരോ ആഴ്ചയും നിങ്ങളുടെ ജീവിതം മാറ്റുന്ന ഇതുപോലുള്ള അറിവുകളുമായി ഞാൻ വരും. നിയമം നമ്പർ 1. നിങ്ങളുടെ ചിന്തകളിൽ കാന്തിക ശക്തിയുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ദിവസം മുഴുവൻ നിങ്ങൾ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നത്? ഞാൻ ദരിദ്രനാണെന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? എന്റെ കയ്യിൽ പണമില്ല, എനിക്കൊരിക്കലും ധനികനാകാൻ കഴിയില്ല എന്നാണോ? അതോ പണം എന്നിലേക്ക് വരുന്നു എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഞാൻ സമൃദ്ധിയുടെ ഒരു കാന്തമാണ്. കേൾക്കൂ, ഇതൊരു സാങ്കല്പിക കാര്യമല്ല, ഇതൊരു ശാസ്ത്രീയ സത്യമാണ്. നിങ്ങളുടെ ചിന്തകൾ ഒരു പ്രത്യേക ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നു. പ്രപഞ്ചം അതേ ആവൃത്തിയിലുള്ള കാര്യങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നു. ഞാൻ ആൻഡ്രൂ കാർണഗിയെ കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നെപ്പോളിയൻ, നിന്റെ മനസ്സിൽ സമ്പത്ത് തോന്നിയാൽ സമ്പത്ത് നിന്നെ തേടിവരും. ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. എന്നാൽ 500-ലധികം സമ്പന്നരെ പഠിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഓരോരുത്തരും അവരുടെ വിജയം ആദ്യം മനസ്സിൽ കണ്ടവരാണ്. ഹെൻറി ഫോർഡ് ഓട്ടോമൊബൈൽ ആദ്യം തന്റെ ചിന്തകളിലാണ് സൃഷ്ടിച്ചത്. തോമസ് എഡിസൺ തന്റെ ഭാവനയിലാണ് ആദ്യം ബൾബ് കത്തിച്ചത്. തുടർന്ന് യാഥാർത്ഥ്യം അവരുടെ ചിന്തകളെ അംഗീകരിച്ചു. ഇന്നു മുതൽ നിങ്ങൾ ഇത് ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളോട് തന്നെ പറയുക, ഞാൻ സമ്പത്തിന്റെ കാന്തമാണ്. പണം എന്നെ സ്നേഹിക്കുന്നു. സമൃദ്ധി എന്റെ അവകാശമാണ്. തുടക്കത്തിൽ ഇതെല്ലാം അസംബന്ധമാണെന്ന് നിങ്ങളുടെ മനസ്സ് പറയും. എന്നാൽ നിങ്ങൾ നിർത്തരുത്. നിങ്ങളുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾ പരിശീലിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ഈ സത്യം ഉൾക്കൊള്ളുമ്പോൾ പ്രപഞ്ചത്തിന്റെ എല്ലാ ശക്തികളും നിങ്ങൾക്കുവേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങും. നിയമം നമ്പർ 2. നിങ്ങൾ എന്താണോ നൽകുന്നത് അത് വർദ്ധിച്ച് തിരികെ വരും. നെപ്പോളിയൻ, എനിക്ക് നൽകാനൊന്നുമില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുമെന്ന് എനിക്കറിയാം. ഞാൻ തന്നെ ബുദ്ധിമുട്ടിലാണ്. എന്നാൽ അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ആത്മീയ നിയമം പറയുന്നത് കൊടുക്കാൻ തുടങ്ങുക എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിലും ശരി, കാരണം നിങ്ങൾ നൽകുമ്പോൾ എനിക്ക് സമൃദ്ധിയുണ്ടെന്ന സന്ദേശമാണ് നിങ്ങൾ പ്രപഞ്ചത്തിന് നൽകുന്നത്. എന്റെ ഏറ്റവും കഠിനമായ ദിവസങ്ങളിൽ പോലും ഞാൻ ദാനം ചെയ്തിട്ടുണ്ട്. എന്റെ പോക്കറ്റിൽ വെറും $1 മാത്രമുണ്ടായിരുന്നപ്പോൾ ഞാൻ 10 സെന്റ് ഒരു ആവശ്യക്കാരന് നൽകി. എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? തൊട്ടടുത്ത ദിവസം എനിക്ക് അപ്രതീക്ഷിതമായി ഒരു ജോലി ലഭിച്ചു. ഇതൊരു മാന്ത്രിക വിദ്യയല്ല, ഇതൊരു ആത്മീയ ഗണിതമാണ്. റോക്ക്ഫെല്ലർ തന്റെ ആദ്യത്തെ ശമ്പളത്തിൽ നിന്ന് പോലും ദാനം ചെയ്തിരുന്നു. അദ്ദേഹം ജീവിതകാലം മുഴുവൻ ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യനായി മാറി. എന്നാൽ കേൾക്കൂ, ഞാൻ പണത്തിന്റെ കാര്യം മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ സമയം നൽകാം, നിങ്ങളുടെ അറിവ് നൽകാം, നിങ്ങളുടെ പുഞ്ചിരി നൽകാം, നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നൽകാം. ആത്മീയ സത്യം ഇതാണ്. പ്രപഞ്ചത്തിൽ അനന്തമായൊരു കലവറയുണ്ട്. നിങ്ങൾ എത്രത്തോളം അതിൽ നിന്ന് പുറത്തെടുക്കുന്നുവോ അത്രത്തോളം അത് നിറയും. എന്നാൽ ഭയം കാരണം നിങ്ങളത് അടച്ചുപൂട്ടിയാൽ അത് വറ്റിപ്പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങളുടെ വരുമാനത്തിന്റെ 10% നൽകാൻ തുടങ്ങുക. ഇതൊരു നിക്ഷേപമല്ല, ഇത് വിത്ത് വിതയ്ക്കലാണ്. ഓരോ വിത്തും 100 കണക്കിന് മടങ്ങ് വിളവ് നൽകും. നിയമം നമ്പർ 3. നിങ്ങളുടെ ശ്രദ്ധയാണ് നിങ്ങളുടെ യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് സത്യം പറയാം, മിക്ക ആളുകളും ദരിദ്രരായി തുടരുന്നത് അവരുടെ ശ്രദ്ധ ദാരിദ്ര്യത്തിലായതുകൊണ്ടാണ്. അവർ ബില്ലുകളെക്കുറിച്ച് വിഷമിക്കുന്നു, കടങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടുന്നു, വിലക്കയറ്റത്തെക്കുറിച്ച് പരാതിപ്പെടുന്നു. എന്നിട്ട് എന്റെ ജീവിതം എന്തുകൊണ്ട് മാറുന്നില്ല എന്ന് ചിന്തിക്കുന്നു. വെള്ളമൊഴിക്കാതെ ഒരു ചെടിയെ നോക്കി അതിനെന്താണ് വളരാത്തതെന്ന് ചിന്തിക്കുന്നതുപോലെയാണിത്.
ആത്മീയ നിയമം വളരെ വ്യക്തമാണ്. നിങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാര്യം വളരും. നിങ്ങളുടെ ശ്രദ്ധ പ്രശ്നങ്ങളിലാണെങ്കിൽ പ്രശ്നങ്ങൾ വർദ്ധിക്കും. നിങ്ങളുടെ ശ്രദ്ധ പരിഹാരങ്ങളിലാണെങ്കിൽ പരിഹാരങ്ങൾ വർദ്ധിക്കും. തോമസ് എഡിസൺ ആയിരക്കണക്കിന് തവണ പരാജയപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ശ്രദ്ധ പരാജയത്തിലായിരുന്നില്ല, വിജയത്തിന്റെ സാധ്യതയിലായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം തോൽവി സമ്മതിക്കാതിരുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇന്നു മുതൽ നിങ്ങളുടെ ശ്രദ്ധ മാറ്റുക. നിങ്ങളുടെ മനസ്സിൽ ദാരിദ്ര്യത്തിന്റെ ചിന്ത വരുമ്പോഴെല്ലാം ഉടൻ തന്നെ അത് നിർത്തി അവിടെ സമ്പത്തിന്റെ ചിത്രം വരയ്ക്കുക. നിങ്ങളുടെ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപകൾ കാണുക. നിങ്ങളുടെ വീട് അലങ്കരിച്ചതായി കാണുക. നിങ്ങളുടെ കുടുംബത്തെ സന്തോഷത്തോടെ കാണുക. എല്ലാ ദിവസവും കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും ഈ കാഴ്ചയിൽ നഷ്ടപ്പെടുക. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു, 3 മാസത്തിനുള്ളിൽ നിങ്ങളുടെ യാഥാർത്ഥ്യം മാറാൻ തുടങ്ങും. കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സ് ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. ഇതൊരു പോസിറ്റീവ് തിങ്കിംഗ് അസംബന്ധമല്ല. 500 വിജയശ്രീലാളിതരായ ആളുകളിൽ ഞാൻ കണ്ട ശാസ്ത്രീയ വസ്തുതയാണിത്. നിയമം നമ്പർ 4: നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ് ഏറ്റവും ശക്തമായ ധനാകർഷണം. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ ശ്വാസത്തിനും വീടിനും കുടുംബത്തിനും നിങ്ങൾ നന്ദി പറഞ്ഞോ? ഇല്ല, അല്ലേ? എനിക്ക് കൂടുതൽ പണമുണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ എഴുന്നേറ്റത്. എനിക്കൊരു വലിയ വീടുണ്ടായിരുന്നെങ്കിലെന്ന്. അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നിങ്ങൾക്കുള്ളതിനെ നിങ്ങൾ വിലമതിക്കുന്നില്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്കെന്തിനാണ് കൂടുതൽ നൽകുന്നത് എന്നാണ് ആത്മീയ നിയമം ചോദിക്കുന്നത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും സമ്പന്നരായ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്കെന്താണ് സമാനതയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? അവരെല്ലാവരും നന്ദിയുള്ളവരായിരുന്നു. ആൻഡ്രൂ കാർണഗി എല്ലാ ദിവസവും താൻ നന്ദിയുള്ള 10 കാര്യങ്ങൾ തന്റെ ഡയറിയിൽ എഴുതിയിരുന്നു. സർ, നിങ്ങൾ ഇത്രയും വലിയ കോടീശ്വരനാണല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നെ നോക്കി പറഞ്ഞു, നെപ്പോളിയൻ, ഞാൻ നന്ദിയുള്ളവനായതുകൊണ്ടാണ് ഞാൻ കോടീശ്വരനായത്. നന്ദിയാണ് സമ്പത്തിന്റെ താക്കോൽ. നിങ്ങൾ നന്ദിയോടെ ജീവിക്കുമ്പോൾ സമൃദ്ധിയുടെ ആവൃത്തിയിൽ നിങ്ങൾ കമ്പനം ചെയ്യുമെന്നും പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ സമൃദ്ധി നൽകുമെന്നും അന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഇന്നു മുതൽ ഇത് ചെയ്യണം. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് കുറഞ്ഞത് 5 കാര്യങ്ങൾക്കെങ്കിലും നന്ദി പറയുക. അത് എത്ര ചെറുതാണെങ്കിലും ശരി. നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണമുണ്ട്, നന്ദി. നിങ്ങൾക്ക് കിടക്കാൻ ഒരു മേൽക്കൂരയുണ്ട്, നന്ദി. നിങ്ങൾക്ക് 2 കൈകളുണ്ട്, നന്ദി. നിങ്ങൾ പണം ചിലവാക്കുമ്പോൾ പരാതിപ്പെടരുത്. ചിലവാക്കാൻ പണമുള്ളതിന് നന്ദി പറയുക. ഈ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ ഊർജ്ജത്തെ മാറ്റും. നിങ്ങളുടെ ഊർജ്ജം മാറുമ്പോൾ നിങ്ങളുടെ ഭാഗ്യവും മാറും. നിയമം നമ്പർ 5: വിശ്വാസമാണ് എല്ലാ അത്ഭുതങ്ങളുടെയും മാതാവ്. ഞാനിപ്പോൾ നിങ്ങളോട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കുക. പണത്തെക്കുറിച്ചുള്ള എത്ര നിയമങ്ങളും തന്ത്രങ്ങളും പദ്ധതികളും നിങ്ങൾ പഠിച്ചാലും നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസമില്ലെങ്കിൽ യാതൊന്നും പ്രവർത്തിക്കില്ല. എന്താണ് വിശ്വാസം? തെളിവില്ലാതെ അറിയുക, കാണാതെ വിശ്വസിക്കുക, കയ്യിൽ പിടിക്കാതെ അനുഭവിക്കുക എന്നതാണ് വിശ്വാസം. തുടക്കത്തിൽ ഞാൻ ആൻഡ്രൂ കാർണഗിയെ കണ്ടുമുട്ടുമ്പോൾ ഞാൻ തകർന്നിരിക്കുകയായിരുന്നു. എന്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. എന്നാൽ കാർണഗി എന്നിൽ എന്തോ ഒന്ന് കണ്ടു. അദ്ദേഹം എന്നിൽ വിശ്വസിച്ചു. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നിൽ വിശ്വാസമുണർത്തി. ലോകത്തിലെ ഏറ്റവും ധനികനായ മനുഷ്യൻ എന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് എന്നെ തന്നെ വിശ്വസിച്ചുകൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. ആത്മീയ സത്യമിതാണ്: നിങ്ങളുടെ വിശ്വാസമാണ് നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നത്. നിങ്ങൾ ദരിദ്രനായി തുടരുമെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ദരിദ്രനായിരിക്കും. നിങ്ങൾ ധനികനാകുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളെ സമ്പന്നനാക്കാൻ പ്രപഞ്ചത്തിലെ മുഴുവൻ ശക്തികളും പ്രവർത്തിക്കും. എന്നാൽ ഈ വിശ്വാസം എങ്ങനെ സൃഷ്ടിക്കും? ആദ്യം നിങ്ങളുടെ ഉപബോധ മനസ്സിനോട് സംസാരിക്കുക. എല്ലാ ദിവസവും കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറയുക, ഞാൻ സമ്പത്തിന് അർഹനാണ്, ഞാൻ സമൃദ്ധിക്ക് അർഹനാണ്, എന്റെ ഉള്ളിൽ അനന്തമായ ശക്തിയുണ്ട്. നിങ്ങൾ കള്ളം പറയുകയാണെന്ന് തുടക്കത്തിൽ നിങ്ങൾക്ക് തോന്നും. എന്നാൽ പതുക്കെ നിങ്ങളുടെ ഉപബോധ മനസ്സ് അത് സത്യമാണെന്ന് വിശ്വസിക്കും. അത് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോകം മുഴുവൻ മാറും. രണ്ടാമത്തെ കാര്യം, വിശ്വസിക്കുന്ന ആളുകളെ നിങ്ങളുടെ ചുറ്റും നിർത്തുക. നിങ്ങളെ താഴ്ത്തിക്കെട്ടുന്നവരിൽ നിന്നും നിങ്ങളുടെ സ്വപ്നങ്ങളെ നോക്കി ചിരിക്കുന്നവരിൽ നിന്നും അകന്നു നിൽക്കുക. കാരണം അവരുടെ നെഗറ്റീവ് ഊർജ്ജം നിങ്ങളുടെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തും. എന്റെ ജീവിതത്തിൽ പലരെയും ഞാൻ ഉപേക്ഷിച്ചിട്ടുണ്ട്. അത് എളുപ്പമായിരുന്നില്ല, എന്നാൽ അത് ആവശ്യമായിരുന്നു. കാരണം എന്റെ വിശ്വാസമായിരുന്നു എന്റെ ഏറ്റവും വിലപ്പെട്ട സ്വത്ത്.